സോ മക്കളെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഈ 31st January 2024 ക്വസ്റ്റ്യൻ നമ്പർ 20 കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 20 നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കൺസിഡർ ദി ഫോളോയിങ് എലമെന്റ്സ്. അപ്പൊ ABCD A', B', C', D' അങ്ങനെ തന്നിട്ടുള്ളത്. അതിൽ ഗ്രൂപ്പ് പീരീഡ് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ABCD? ആദ്യം പറഞ്ഞത് ഓർഡർ ഓഫ് അറ്റോമിക് സൈസ്. സൈസിന്റെ ഓർഡർ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സൈസ് ഏതിനായിരിക്കും വരിക? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ എയും ബിയും ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വെൻ വി ആർ കൺസിഡറിങ് A and B, ഞാൻ എയും ബിയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ അത് മോളിക്യൂൾസ് ഒന്ന് വരയ്ക്കാം. A', B', പിന്നെ C', പിന്നെ ഏത് വരുന്നുണ്ട് D' എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതില് നമുക്ക് ഇങ്ങോട്ട് പോകുന്തോറും ഇതിന്റെ സൈസ് എന്ത് ചെയ്യും കുറയും. സൈസ് കുറയും. ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് ചെയ്യും സൈസ് കൂടും. അപ്പൊ ഏറ്റവും കൂടുതൽ സൈസ് ഏതിന് വരും? C' വരും. പിന്നെ ഏതിന് വരും? D' വരും. Is it right? പിന്നെ ഏറ്റവും കൂടുതൽ ഏതിന് വരും? A' വരും. ഏറ്റവും കുറവായിരിക്കും ഏതിനുണ്ടായിരിക്കുക? B' ഉണ്ടാവുക. ഇതല്ലേ സൈസിന്റെ ഓർഡർ വരിക. അപ്പൊ ആ സൈസിന്റെ ഓർഡർ പറഞ്ഞ ഓർഡർ എന്താണ്? കറക്റ്റ് ഓർഡർ ആണ്, റൈറ്റ് ഓർഡർ ആണ്. അടുത്ത ഇത് നോക്ക്, ഓർഡർ ഓഫ് മെറ്റാലിക് ക്യാരക്ടർ. എന്താ മെറ്റാലിക് ക്യാരക്ടറിന്റെ കൺസെപ്റ്റ്? ഡൗൺ ദ ഗ്രൂപ്പ് നമുക്കറിയുന്നതാണ്. ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് ക്യാരക്ടർ കൂടുന്നു? മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു. പീരിയഡില് മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഈ രണ്ട് കൺസെപ്റ്റ് ആണ്. അപ്പൊ മെറ്റാലിക് ക്യാരക്ടർ സെയിം സൈസിന്റെ സെയിം പോലെ തന്നെ മെറ്റാലിക് ക്യാരക്ടർ ഓർഡറും എന്തിനായിരിക്കും? ഏറ്റവും കൂടുതൽ C, പിന്നെ D, പിന്നെ A, പിന്നെ B. സെയിം ഓർഡർ തന്നെ ആയിരിക്കും മെറ്റാലിക് ക്യാരക്ടർ. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബിയും എന്ത് ശരിയാവും. ഇസ് ഇറ്റ് റൈറ്റ്? ഇനി നമുക്ക് തേർഡ് വണ്ണിലോട്ട് പോവാം. ദ സൈസ് ഓഫ് ദി എലമെന്റ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സൈസ് ഏതിനായിരിക്കും വരിക? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏറ്റവും കൂടുതൽ സൈസ് സിക്ക് വരും എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി സൈസ് ഓഫ് ദി എലമെന്റ് എ കാണുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ആ ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. ഓർഡർ ഓഫ് അയോണിക് റേഡിയയുടെ ഓർഡറും എന്തുതന്നെയായിരിക്കും? ഈ സെയിം തന്നെയായിരിക്കും. ഏറ്റവും കൂടുതൽ സി, പിന്നെ ഡി, പിന്നെ എ, പിന്നെ ബി. സെയിം ഓർഡർ തന്നെയായിരിക്കും. ഒന്നും വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഡിയും ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ 2 വിൽ ബി യുവർ റൈറ്റ് ആൻസർ. നമ്മളെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അത് ചോദിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് നമുക്ക് സെക്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് NCERT-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പെർഫെക്റ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസും NCERT-യുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇനി സെക്ഷൻ 2-യിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോവാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി സെക്ഷൻ 2.